ദേ നോക്കൂ, ദേ ഞങ്ങൾ വീണ്ടും ഒരു ലൊട്ടിലൊടുക്ക് പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 3 ചാട് കൊണ്ട് നിന്നോടത്ത് തന്നെ നിന്ന് നനഞ്ഞ തുണി വിരിച്ച് നിന്നോടത്ത് തന്നെ നിന്ന് ഉണങ്ങി തുണിയെടുക്കാൻ പറ്റുന്ന ഒരു അത്ഭുത അഴ. ഇത് എൻ്റെ ഐഡിയ ഒന്നുമല്ല കേട്ടോ, ഞാനൊരു സ്ഥലത്ത് കണ്ടത് എൻ്റേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ചെയ്തതാണ് ഈ അത്ഭുത അഴ. ഇതിൽ ആദ്യം ഒന്നാമത്തെ ചാട് നമ്മൾ ഇതുപോലെ ഒരു വട്ടക്കയറെന്ന് നമ്മൾ പറയും, ഇതുപോലത്തെ ഒരു വട്ടക്കയർ പോലെയുള്ള ഇതെടുത്തിട്ട് ആ ചാട് നമ്മൾ നമ്മുടെ ഹൈറ്റ് എത്രയാണോ, തുണി ഇടാൻ പറ്റുന്ന ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിനനുസരിച്ച് നമ്മൾ ഒന്നാമത്തെ ചാട് ഇതുപോലെ കെട്ടിത്തൂക്കിയിടുക. രണ്ടാമത്തെ ചാട് നമ്മൾ കെട്ടേണ്ട എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ തൂണിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മരത്തിന് എന്തുമാത്രം ഉയരത്തിൽ നിങ്ങൾക്ക് കെട്ടാൻ പറ്റുമോ അത്ര ഉയരത്തിൽ രണ്ടാമത്തെ ചാട് ഇതുപോലെ കെട്ടി വട്ടക്കയറെ തൂക്കിയിടുക. മൂന്നാമത്തെ ചാട് എവിടെ തൂക്കണ്ടെന്നുള്ള കാര്യം ഞാൻ പിന്നെ കാണിച്ചു തരാം. അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ആ ചാടിൽ കൂടി നമ്മുടെ അഴയ്ക്ക് വേണ്ട കയറ് നമ്മൾ ഇതുപോലെ പകർത്തിയെടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ചാടുണ്ടല്ലോ, ആ രണ്ടാമത്തെ ചാടിലേക്ക് ഇതുപോലെ കടത്തി വന്നിട്ട് നമ്മൾ എവിടെയാണോ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഏകദേശം 30 മീറ്റർ നീളത്തിലുള്ള ഒരു അഴയാണ്. നമ്മളിത് കെട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ തോട്ടത്തിലാണ്. കാരണം നമ്മളുടെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ തുണിയൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഓടിപ്പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കാലയിലൊക്കെ മുള്ളൊക്കെ കൊള്ളും. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടി കനാലയ്ക്ക് നമ്മളിത് കനാല പിടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനാലയ്ക്ക് ഒരു ചോര പോലെ വരില്ല, ആ ചോരയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ചാട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള മരത്തെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വലിച്ച് നമ്മൾ കെട്ടി അങ്ങ് സെറ്റ് ചെയ്ത് എടുക്കുവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കയർ ആയതുകൊണ്ട് നമുക്ക് ഇത് തൂങ്ങിപ്പോകാനും വലിഞ്ഞ് താഴെ പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്നെ ഈ കയറ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് 3 ചാടെ കിടന്ന് കറങ്ങി കഴിയുമ്പോൾ നല്ല വൈബ്രേഷനുമാണ്. ആ വൈബ്രേഷനൊക്കെ വന്നു കഴിയുമ്പോൾ ചെറിയ തുണികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചാടിപ്പോവും. അപ്പോൾ നമ്മൾ ഈ അഴയിൽ നമ്മളൊരു ക്ലിപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഈ അഴയിൽ തുണി ചാടിപ്പോകാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. വളരെ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുറ്റത്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറ്റത്ത് നിന്ന് നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് ഒരു അഴ കിട്ടുവാണെങ്കിൽ ആ മുറ്റത്ത് തന്നെ നിന്നുകൊണ്ട് നമുക്ക് തുണി ഇടുകയോ എടുക്കുകയോ എല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ചാടിൻ്റെ വട്ടക്കയറിന് ഇച്ചിരി നീളം കൂട്ടിയിട്ട് കൊടുക്കണം. കാരണം നമ്മളിത് തുണി ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് താഴുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് 30 മീറ്റർ നീളമുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് താഴും. അങ്ങനെ താഴ്ന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കയറി മുറുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ വട്ടക്കയറിന് കുറച്ചുകൂടെ നീളം ഇട്ട് ചെയ്യണം. മറ്റേ ആദ്യത്തെ 2 ചാടിൻ്റെ വട്ടക്കയറിന് വലിയ കാര്യമായിട്ട് നീളമൊന്നും വേണ്ട. അപ്പം നമ്മൾ വലിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വേറൊരു വള്ളി ഇട്ടിട്ട്, ഒരു നീല വള്ളി നിങ്ങൾ കണ്ടില്ലേ, ആ വള്ളി ഇട്ട് കൊടുത്തിട്ട് വലിച്ച് നമ്മൾ കെട്ടിയതിന് ശേഷം നമ്മൾ ഈ വട്ടക്കയർ മഞ്ഞ വള്ളി നമ്മൾ കെട്ടുക ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോ കേട്ടോ, നമ്മുടെ ടണൽ കോഴി താറാവ് കൃഷി. അത് നമ്മുടെ വളരെ നല്ല രീതിയിൽ വിജയമായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ കോഴികളെല്ലാം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമുക്കൊരു പട്ടിയുടെയോ കുറുക്കൻ്റെയോ അല്ലെങ്കിൽ എലി വരെ നമ്മുടെ വല ഇതുവരെ കടിച്ചു മുറിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കാരണം ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലയാണ് നമ്മൾ ഇതിനകത്ത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി ഉണ്ടാവില്ല എന്നറിയില്ല. ഏതായാലും കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങി. ഇപ്പം അവിടെയുള്ള നമ്മുടെ പൂവിൻ്റെ കൂല് നമുക്ക് കേൾക്കാം. അപ്പം അത്യാവശ്യം വലുതായി. നമ്മൾ വളരെ ചെറുപ്പത്തിൽ മേടിച്ചുകൊണ്ട് വന്ന കോഴികളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മുടെ ഈ തൊട്ട് താഴെയുള്ള നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഒക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ഇച്ചിരി കാടൊക്കെ ഉണ്ടെങ്കിൽ ആ കാട്ടിലേക്കൊന്നും ഇറങ്ങി പോകാതെ നമുക്ക് ഇതുപോലെയുള്ളൊരു 3 ചാടിൽ നമുക്ക് ഒരു അഴ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തുണി ഇടുകയും എടുക്കുകയും എല്ലാം ചെയ്യാം. ഇപ്പോൾ വെയിലിനനുസരിച്ച് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉള്ളെങ്കിൽ വെയിലിനനുസരിച്ച് നമുക്ക് ഈ അഴയുടെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയോ എല്ലാം ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു പരിപാടിയാണ് ഇത്. എൻ്റെ ഐഡിയ ഒന്നുമല്ല, ഞാനൊരു സ്ഥലത്ത് കണ്ടത് എൻ്റേതായ